പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് സന്ദേശമൊപ്പം കേക്കുമായി വിശ്വാസികളുടെ വീടുകളും അരമനകളും BJP നേതാക്കൾ സന്ദർശിക്കുന്നു എന്ന വാർത്ത ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷനാണ് തുടക്കമിടുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, നൽകാനുള്ള വിവരങ്ങൾ? ലക്ഷ്മി, ക്രിസ്മസ് ന്യൂ ഇയർ ആശംസയുമായാണ് BJP നേതാക്കൾ ഓരോ ക്രിസ്ത്യൻ ഭവനങ്ങളിലും എത്തുന്നത്. അതോടൊപ്പം തന്നെ അരമനകളിലും മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിലും എല്ലാം എത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഈസ്റ്ററിന് തുടങ്ങിയതായിരുന്നു ഇത്തരമൊരു സമീപനം. അത് വലിയ രീതിയിലൊരു സ്വാഗതം ചെയ്യുന്ന സമീപനമായിരുന്നു ക്രൈസ്തവ സഭകളിൽ നിന്നും അതോടൊപ്പം തന്നെ ക്രൈസ്തവ ഭവനങ്ങളിൽ നിന്നും എല്ലാം തന്നെ ഉണ്ടായത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് അത് കുറച്ചുകൂടി വിപുലമാക്കിക്കൊണ്ട് ഇത്തവണ നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് എറണാകുളത്ത് കാക്കനാട്ടുള്ള സെന്റ് തോമസ് മൗണ്ടിൽ എത്തി കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സന്ദർശിക്കുകയും സ്നേഹസന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. രാവിലെ 8 മണിക്ക് ഈ മൗണ്ട് കാർമലിൽ എത്തുന്നതോടുകൂടി ഈ സ്നേഹയാത്രയ്ക്ക് തുടക്കമാവുകയാണ് എറണാകുളത്ത്. വലിയ രീതിയിലുള്ള ഒരു സ്വാഗതമാണ് ഇങ്ങനെ ഒരു സന്ദർശനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കർദിനാളിൽ നിന്നും മറ്റും ലഭിച്ചതും. അതുകൊണ്ട് തന്നെ ഇത് ക്രൈസ്തവർ ഒരിക്കലും BJPയുടെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ് എന്ന ഒരു സന്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട്. കാരണം കോൺഗ്രസും CPM-ഉം അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്ന് ക്രൈസ്തവർ തന്നെ പറയുമ്പോഴും അത്തരം കുപ്രചരണം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സന്ദർശനം നടത്തുന്നത് എന്നതിനും വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ BJP നേതാക്കൾ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ ക്രിസ്മസ് ആശംസ എത്തിക്കാൻ മറ്റ് ആരാണ് അർഹരായുള്ളവർ, ഇല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ആ സ്നേഹ സന്തോഷങ്ങൾ തന്നെയാണ് ഈ ക്രിസ്മസ് വേളയിൽ അത് പങ്കുവെക്കാൻ BJP നേതാക്കൾ ഓരോ ക്രൈസ്തവ ഭവനത്തിലേക്കും എത്തുന്നത്. അത് ഈസ്റ്റർ സമയത്ത് നടത്തിയപ്പോഴും ശ്രീധരൻപിള്ളയൊക്കെ നേരിട്ടെത്തുമ്പോൾ കണ്ട ഒരു സ്നേഹ സന്തോഷങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും, അതായത് പഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കൾ ഇതിൽ പങ്കുചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി പ്രകാശ് ജാവേദ്കർ അടക്കം ഇത്തരത്തിൽ സന്ദർശനം നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വളരെ വിപുലമായി തന്നെയാണ് സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നത്. ഇന്ന് തുടങ്ങിയാൽ ഡിസംബർ 31 വരെയാണ് സ്നേഹയാത്ര നീണ്ടു നിൽക്കുന്നത്. ലക്ഷ്മി, ഈസ്റ്റർ സമയത്തേക്കാൾ വിപുലമായൊരു സൗഹൃദ സന്ദർശനം, അതിനെ അങ്ങനെ തന്നെ പറയണം. മാത്രമല്ല സുധി സൂചിപ്പിച്ചതുപോലെയാണ് പല കുപ്രചാരണങ്ങളും സമൂഹത്തിൽ ഇങ്ങനെ പരക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ക്രൈസ്തവ ഭവനങ്ങളൊക്കെ നേരിട്ട് ചെന്ന് ഇവർ ക്രിസ്മസ് സന്ദേശം നൽകുന്നതും നമുക്കതിനെ അങ്ങനെ കൂടി നോക്കിക്കാണാം, ഒരു സൗഹൃദ സന്ദർശനം എന്ന പേരിൽ കൂടി. ലക്ഷ്മി, അത് തന്നെയാണ് ആ സൗഹൃദ സന്ദർശനം. അത് ക്രൈസ്തവ കുടുംബങ്ങളും ആഗ്രഹിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു ഈസ്റ്ററിൽ നടത്തിയ ആ ആദ്യ പടിയുള്ള ഒരു സന്ദർശനത്തിൽ. ആ സ്നേഹയാത്രയ്ക്ക് കിട്ടിയ ഒരു വലിയ സ്വീകാര്യത കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിനേക്കാൾ വിപുലമായി നടത്താൻ BJP സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതും. അതിന് തൻ്റെ ആശംസകൾ എല്ലാ കുടുംബങ്ങളിലും അറിയിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആ ആഗ്രഹം കൂടി നിറവേറ്റാൻ വേണ്ടി BJP നേതാക്കൾ എത്തുമ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാവും നമുക്ക് കാണാനാവുക. കാരണം ഇത് ഇങ്ങനെ വരുന്നു എന്ന് അറിയിക്കുമ്പോൾ തന്നെയുള്ള ഓരോരുത്തരുടെയും പ്രതികരണം, ഇല്ലെങ്കിൽ സഭകളുടെ പ്രതികരണം, അതെല്ലാം തന്നെ വളരെ സന്തോഷത്തോടെ അവർ ഇതിനെ വരവേൽക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇത് തീർത്തും സ്നേഹം പങ്കിടുന്നതിനുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹയാത്ര എന്ന് തന്നെയാണ് ഓരോരുത്തരും നൽകുന്ന വിശദീകരണവും. അത്തരം ഒരു സ്നേഹയാത്ര ക്രൈസ്തവ കുടുംബങ്ങളും ക്രൈസ്തവ സഭകളും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരും ശത്രുക്കളെല്ലാം മിത്രങ്ങളാണ്, സഹോദരങ്ങളാണെന്ന സന്ദേശം കൂടിയാണ് ഈ യാത്രയിലൂടെ പങ്കുവെക്കുന്നതും. ലക്ഷ്മി.